നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസ ആദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 22. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാനി നവാനി ദേഹി. വിവർത്തനം. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. ഭാവാർത്ഥം. കൃഷ്ണ ശ്രീല പ്രഭുപാദർജി. അണുമാത്രനായ ജീവാത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു എന്നത് പരക്കെ അംഗീകൃതമായൊരു വസ്തുതയാണ്. ആത്മാവ് ഉണ്ട് എന്നതിൽ വിശ്വസിക്കാത്തവരും അതേസമയം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉറവിടം എന്തെന്ന് വിവരിക്കാൻ കഴിയാത്തവരുമായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാവില്ല. വാർദ്ധക്യത്തോടെ ഈ പരിണാമം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. മുൻ ശ്ലോകത്തിൽ, അതായത് 2:13 ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ടല്ലോ. അണുമാത്രനായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റി കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. മുണ്ടകോപനിഷത്തും ശ്വേതാശ്വതരോപനിഷത്തും പോലുള്ള വേദഗ്രന്ഥങ്ങൾ പരമാത്മ ജീവാത്മാക്കളെ ഒരേ വൃക്ഷത്തിന്മേലിരിക്കുന്ന 2 കിളികളോട് ഉപമിച്ചിട്ടുണ്ട്. അവയിലൊന്ന്, അതായത് ജീവാത്മാവ്, വൃക്ഷത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുകയാണ്. മറ്റൊന്ന്, അതായത് ശ്രീകൃഷ്ണൻ, ആ സുഹൃത്തിനെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഗുണത്തിൽ സമാനതയുള്ളവരാണെങ്കിലും ഇതിലൊരാൾ ഭൗതിക വൃക്ഷത്തിന്റെ ഫലത്തിൽ ആകൃഷ്ടനാണ്, മറ്റേത് സുഹൃത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ നിരീക്ഷകനാണ് കൃഷ്ണൻ. അർജുനൻ ഫലാസ്വാദകനും. സുഹൃത്തുക്കളെന്നിരിക്കലും അവരിൽ ഒരാൾ സ്വാമിയും മറ്റേയാൾ ആശ്രിതനുമാണ്. അണുമാത്രനായ ജീവാത്മാവ് ഈ ബന്ധം മറന്നുപോകുന്നതിനാലാണ് അതിന് ഒരു വൃക്ഷത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അഥവാ ഒരു ശരീരത്തിൽ വിട്ട് പുതിയൊന്നിലേക്ക് അടിക്കടി മാറേണ്ടി വരുന്നത്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന് ജീവൻ നന്നേ ക്ലേശിക്കുന്നു. അർജുനൻ കൃഷ്ണനെ ആത്മീയ ആചാര്യനായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ മറ്റേ പക്ഷിയെ പരമോന്നതനായ ആത്മീയ ഗുരുവായി സ്വയം ഭരിക്കുന്ന പക്ഷം ആ കിളിക്ക് സർവശോകങ്ങളിൽ നിന്നും ക്ഷണേന മോചനം നേടാം. മുണ്ടകോപനിഷത്തിലും 3:1-2, ശ്വേതാശ്വതരോപനിഷത്തിലും 4:7 ഇങ്ങനെ പറയുന്നുണ്ട്. സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ നീശയ ശോചതി മുഹ്യമാനവ ജുഷ്ടം യഥാ പശ്യത്യന്യസ്യ മഹിമാനിത്യതി വീതശോക. ഒരേ വൃക്ഷത്തിന്മേൽ ആര് 2 പേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇടവന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതകളിൽ നിന്നും മുക്തനാകും. അർജുനൻ തന്റെ സനാതന സുഹൃത്തായ കൃഷ്ണന് നേരെ മുഖം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗീതോപദേശം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് ശ്രവിക്കുന്നതോടെ അദ്ദേഹത്തിന് കൃഷ്ണന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ശോകവിലാപാദികളിൽ നിന്നും വിമുക്തനാകാനും കഴിയും. വൃദ്ധനായ മുത്തച്ഛന്റെയോ ഗുരുവിന്റെയോ ദേഹപരിണാമത്തെപ്പറ്റി ദുഃഖിക്കരുതെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. മറിച്ച് നീതിയുക്തമായ സമരത്തിൽ അവരുടെ ശാരീരിക ഹിംസ ചെയ്ത് വിവിധ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ധർമ്മയുദ്ധത്തിലോ യജ്ഞവേദിയിലോ സ്വജീവൻ അർപ്പിക്കുന്നവർ ശാരീരിക കർമ്മങ്ങളുടെ ദുഷിച്ച ഫലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് സമുന്നതമായൊരു നിലയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് അർജുനന്റെ വിലാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഹരേ കൃഷ്ണ. രാധേ രാധേ. കൃഷ്ണ.
2 ശ്ലോകം 21. വേദവിനാശിനാം നിത്യം യേന മജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വേദവിനാശിനാം നിത്യം യേന മജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വേദവിനാശിനം നിത്യം യേന മജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വിവർത്തനം ഭാവാർത്ഥം. ജയ്. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിമാണങ്ങളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? എല്ലാറ്റിനുമുണ്ട് ഭാവാർത്ഥം. എല്ലാറ്റിനുമുണ്ട് അതിൻ്റെതായ പ്രയോജനം. ശരിയായ പ്രയോജനം ഉണ്ടാകത്തക്ക വിധം വേണ്ട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുവാൻ പൂർണ്ണ ജ്ഞാനമുള്ള ഒരാൾക്കറിയാം. ഹിംസ കൊണ്ട് പ്രയോജനമുണ്ട്. അത് എവിടെ പ്രയോഗിക്കണമെന്നും എങ്ങനെയെന്നും ഈ ജ്ഞാനമുള്ളവരാണ് നിശ്ചയിക്കേണ്ടത്. സമാധാന പ്രിയനായ ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്ര അനുസൃതമാണ് അദ്ദേഹം കുറ്റവാളികളെ ഹിംസിക്കാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ വരാതിരിക്കാൻ മരണശിക്ഷയ്ക്ക് വിധിക്കണം. മനുഷ്യ സമൂഹത്തിന്റെ നിയമഗ്രന്ഥമായ മനുസംഹിത ഇതിനെ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമത്രേ. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നതനിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധിക്കില്ലെന്നിരിക്കെ കൃഷ്ണന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൽ വന്നു ചേരാവുന്ന ഹിംസയെ അല്ലെന്ന പൂർണ്ണബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കണം. നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണല്ലോ. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പരിപൂർണ ജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹരേ കൃഷ്ണ. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്, ഈ ഒരു 21ാമത്തെ ശ്ലോകത്തില് പ്രധാനമായിട്ടും പറയുന്നത്, പിന്നെ നേരത്തെ ഈ 13ാമത്തെ ശ്ലോകത്തില്, ഇതിനു മുമ്പ് 13ാമത്തെ ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്, ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് സമചിത്തനായ വ്യക്തി എന്ന് പറയുമ്പോൾ ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായും അറിവ് നേടിയ വ്യക്തിയെ എന്താ പറയുന്നത്? ധീരൻ എന്ന്, അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയാം. ധീരനും സമചിത്തതയുള്ള ആളുമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമത്തെ പറ്റി വ്യാമോഹം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഓരോ സ്റ്റേജിലും ഇന്നതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ള വ്യാമോഹം, അതായത് ശരീരത്തിനെ പറ്റി ശരിക്കും ജ്ഞാനമുള്ള ഒരു വ്യക്തി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നത്, ഈ ആത്മാവിനെ നാശമില്ലാത്തവനെന്നും നിത്യനെന്നും ജനിക്കാത്തവനെന്നും ക്ഷയമില്ലാത്തവനെന്നും അറിയുന്ന പുരുഷൻ ആരെ വധിക്കാനാണ്? അതുപോലെ ആരെ പതിപ്പിക്കാനാണ്, ആരെ വധിക്കാനാണ് എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ 21ാമത്തെ ശ്ലോകത്തിൽ. അതാണ് ഇതിനകത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, എല്ലാറ്റിനും ഉണ്ട് അതിൻ്റെതായ പ്രയോജനം. അതായത് ശരിയും തെറ്റും ശരിയായ പ്രയോജനം ഉണ്ടാകത്തക്ക വിധം വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കുവാൻ പൂർണ്ണ ജ്ഞാനമുള്ള ഒരാൾക്കറിയാം.
അത് വേണ്ട കാര്യം വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കാനായിട്ട് അർജുനോട് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ മനുഷ്യ സമൂഹത്തിന്റെ സമഗ്രമായ കാര്യങ്ങളെ പറ്റി മനുസ്സംഹിതയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഹിംസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഹിംസ വേണ്ടുന്ന സന്ദർഭത്തിൽ വേണ്ടുന്ന രീതിയിൽ പ്രയോഗിക്കേണ്ടതാണ്. പിന്നെ ഒരു ജഡ്ജിയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. നീതി നിർവഹണത്തിനായിട്ടുള്ള ഹിംസ, തൂക്കിക്കൊല്ലുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്ന് അവസാനം കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് ഹിംസയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. പിന്നെ അതിന് ഒരു ഉദാഹരണം വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ലല്ലോ, മറിച്ച് രോഗം മാറ്റുകയാണല്ലോ. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപകർമ്മങ്ങൾ ഉണ്ടാകാനും സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു.